ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കാണാൻ അടിപൊളിയും കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ടാക്കാനോ ഭയങ്കര എളുപ്പമായിട്ടൊരു അടിപൊളിയായിട്ടും കേട്ടോ. ബൈ ഞാൻ അതിൻ്റെ പേര് പറയാൻ മറന്നുപോയി. ഫ്ലവർ പോട്ട് എന്നാണ് കേട്ടോ. മിക്കവർക്ക് അറിയുന്നുണ്ടാവും, നല്ല അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞാണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിൽ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തി മാവ് മാതിരി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 10 മിനിറ്റത്തേക്ക് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. 10 മിനിറ്റിന് ശേഷം ഞാൻ ഓരോരോ ഇങ്ങനെ ബൂരികളാക്കി പത്തിരി മാതിരി ആക്കി എടുത്തിട്ടുണ്ട്. നമ്മളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസിൻ്റെ ബാക്കിൽ എണ്ണ തടവി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലോട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ വെച്ചെടുക്കണം. എനിക്ക് അങ്ങനെ പറയാറില്ല, അത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഓയിലിൽ വെച്ചിട്ട് ഇങ്ങനെ സൈഡിലോട്ടൊക്കെ ഒന്ന് എണ്ണ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോഴേക്കും സിമ്പിളായിട്ട് ഇങ്ങനെ വിട്ടുതരും കേട്ടോ. അപ്പോൾ പൂരികൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ കുറച്ച് എടുത്തിട്ട് നമുക്ക് നോമ്പറക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ ഫില്ലിങ്സ് റെഡിയാക്കാം. ഫില്ലിങ്സിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കുറച്ച് വെജീസ് എടുത്തിട്ടുണ്ട്. തക്കാളി, സവാള, ക്യാബേജ്, ക്യാരറ്റ് നമ്മൾ ചുരണ്ടി എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ഇട്ടിട്ടാണ് എടുത്തിട്ടുള്ളത്. നമ്മളിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇടുക, പിന്നെ കുറച്ച് കുരുമുളക്, പിന്നെ നമ്മൾ മയോണീസ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചേർക്കുക. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ 2 സ്പൂണാണ് ആഡ് ആക്കിയിട്ട് കൊടുക്കുന്നത്, കൂടുതലായാൽ മട്ടിക്കുക, അതുകൊണ്ടാണ് കേട്ടോ. ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ ആവശ്യത്തിന് മല്ലിയില ഇടണമെന്നില്ല, പക്ഷേ ഇട്ടിന് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. ഇനി നമ്മളിതാ ഇവിടെ അധികം മുരിക്കാതെ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മളും കൂടെ ആഡ് ആക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സെറ്റ് സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതേപോലെ ഒന്ന് ഗാർണിഷ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബാക്കി നെക്സ്റ്റ് ഡേ.